ബ്രഹ്മപുത്രനായ സ്വയംഭൂവിന്റെ പുത്രിയായ ദേവഹൂതിയെ കർമ്മദൻ വിവാഹം കഴിച്ചു. ആ ദമ്പതികൾക്ക് കല, അനസൂയ എന്നിങ്ങനെ 2 പുത്രിമാർ ജനിച്ചു. ജ്ഞാനികളും പണ്ഡിതരുമായ കന്യകമാരിൽ അനസൂയയെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അത്രി വിവാഹം കഴിച്ചു. ആ ദമ്പതികൾ സുഖവും സമൃദ്ധവുമായ ജീവിതം നയിച്ചു. പാതിവൃത്യത്തിലും ഭർത്തൃ ശുശ്രൂഷയിലും അക്കാലത്തെ ഏറ്റവും മികച്ച മാതൃകയായിരുന്നു അനസൂയ. അക്കാലത്താണ് പാതിവൃത്യത്തിൽ സുപ്രസിദ്ധയായിരുന്ന ശീലാവതിയും ജീവിച്ചിരുന്നത്. അത്ര മഹർഷിയുടെ പുത്രനായിരുന്ന ഉഗ്രസ്രവസായിരുന്നു അവളുടെ ഭർത്താവ്. ഉഗ്രസ്രവസ് വിഷയാസക്തനും ദുർമാർഗിയുമായിരുന്നു. മദ്യത്തിലും മദിരാശിയിലും അയാൾ ജീവിതസുഖം കണ്ടെത്തി. ശീലാവതിയാകട്ടെ ഭർത്താവിന്റെ അബദ്ധ സഞ്ചാരത്തെക്കുറിച്ച് ബോധവതിയായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ജീവിതവ്രതമായി സ്വീകരിച്ചു. നാളുകൾ കടന്നുപോയി. പണവും പ്രതാപവും ഉഗ്രസ്രവസിൽ നിന്നും അകന്നുപോയിക്കൊണ്ടേയിരുന്നു. കൂടാതെ കുഷ്ഠരോഗവും അയാളെ പിടികൂടി. അപ്പോഴും ശീലാവതി യാതൊരുവിധ അനിഷ്ടവും പ്രകടിപ്പിക്കാതെ ഭർതൃപരിചരണത്തിൽ ഏർപ്പെട്ടു. ക്രമേണ ഉഗ്രസ്രവസിന്റെ രോഗം ദയനീയമായി മാറി. അയാളുടെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞു. വിരലുകൾ ദ്രവിച്ച് മുറിഞ്ഞുപോയി. ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ ആയപ്പോൾ ശീലാവതി അത്യധികം ദുഃഖിച്ചു. എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും പ്രതാപത്തിലും വസിച്ച എൻ്റെ പതി ഇന്ന് രോഗിയും അവശനവുമാണ്. അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഒരു നാൾ ശീലാവതി ഭർത്താവിനോട് പറഞ്ഞു, നാഥ, അവിടത്തേക്ക് ശരിയായ ഭക്ഷണം നൽകുവാൻ കൂടി എനിക്ക് സാധിക്കുന്നില്ല. ഇവിടെ ആഹാര സാധനങ്ങളുടെ ഒരു കണിക പോലും അവശേഷിച്ചിട്ടുമില്ല. ഈ നില തുടരുകയാണെങ്കിൽ നാം പട്ടിണി കൊണ്ട് മരണമടയും. പ്രഭു, ഞാൻ ഭിക്ഷയാചിക്കുവാൻ പോകട്ടെ. അവിടത്തേക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും തരുവാൻ എനിക്ക് സാധിക്കുമല്ലോ. ശീലാവതി, നീ വിഷമിക്കേണ്ട. എൻ്റെ പാപങ്ങളുടെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. അതിൽ നീയും പങ്കാളിയാണല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് ദുഃഖം. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുവാൻ കൂട്ടാക്കാതെ ഉഗ്രസ്രവസ് വീണ്ടും പറഞ്ഞു, ധനവും യശസ്സും ആരോഗ്യവും നഷ്ടമായ ഇക്കാലത്തെയും നിന്നെ സഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ ശരി, ഭക്ഷണത്തിനായി നീ ഭിക്ഷയെടുക്കുമ്പോൾ എന്നെയും കൂട്ടിക്കൊള്ളുക. ദീനത കരുതി ആരെങ്കിലും ഭക്ഷണം തരാതിരിക്കില്ല. അന്നു മുതൽ ശീലാവതി ഉഗ്രസ്രവസിനെയും കൂട്ടി ഭിക്ഷാടനം നടത്തി തുടങ്ങി. ഭിക്ഷയായി ലഭിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉഗ്രസ്രവസ് ഭക്ഷതിച്ചിൻ്റെ അവശിഷ്ടം ആ ഒരു നിവേദ്യം സേവിക്കുന്ന ഭാവത്തിൽ അവൾ പുച്ഛിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഭിക്ഷാടനം നടത്തുകയായിരുന്ന ശീലാവതിയും ഭർത്താവും മനോഹരമായ വീണനാദം കേട്ടു. ഉഗ്രസ്രവസിന്റെ ആവശ്യപ്രകാരം അവർ നാദം കേൾക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഒരു കൂറ്റൻ മാളികയുടെ അടുത്ത് അവർ എത്തിച്ചേർന്നു. അക്കാലത്ത് ഏറെ കുപ്രസിദ്ധനായിരുന്ന ഒരു വേശ്യയുടെ ഗ്രഹമായിരുന്നു അത്. ഉഗ്രസ്രവസും പത്നിയും അവിടെ എത്തിയതും വീണനാദം നിലച്ചു. അപ്പോഴേക്കും വേശ്യയുടെ അതിസുന്ദരവും മാദകവുമായ മുഖം ജനാലയുടെ കാണുമാറായി. ഉഗ്രസ്രവസ് താല്പര്യത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു. വേശ്യാഗ്രഹത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഉഗ്രസ്രവസിന്റെ പ്രസന്നത തീരെ നഷ്ടപ്പെട്ടു. അയാൾ ദുഃഖപൂർവ്വം നിശ്വാസമുതിർത്തു. എന്തുപറ്റി? താങ്കളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? അറിയിച്ചാലും, ശീലാവതി ആകുലതയോടെ ചോദിച്ചു. എന്താണ് ഞാൻ പറയുക? ഉഗ്രസ്രവസ് വൈമന്യസത്തോടെ പറഞ്ഞു. ഇന്ന് നാം സന്ദർശിച്ച വേശ്യാഗ്രഹത്തിലെ സുന്ദരിയുടെ മുഖം എൻ്റെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല. അവളെ പ്രാപിച്ചാൽ മാത്രമേ എനിക്കിന്ന് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. ഭർത്താവിൻ്റെ ആവശ്യമറിഞ്ഞ ശീലാവതി ഞെട്ടിപ്പോയെങ്കിലും അവൾ സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, അവിടുത്തെ ഏതാഗ്രഹവും സാധിച്ചു തരേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. വരിക, താങ്കൾക്ക് ആ വേശ്യയെ സന്ദർശിക്കണമെങ്കിൽ ഞാൻ അങ്ങയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഉഗ്രസ്രവസ് ആനന്ദത്താൽ മതിമറന്നുപോയി. പകൽ മുഴുവൻ ഭിക്ഷാടനം നടത്തി അവശനായി തീർന്ന ഭർത്താവിനെ വീണ്ടും നടത്തിക്കൊണ്ടുപോകുവാൻ ശീലാവതിക്ക് മനസ്സ് വന്നില്ല. അവൾ വലിയൊരു കുട്ട കൊണ്ടുവന്ന് അതിനുള്ളിൽ ഭർത്താവിനെ ഇരുത്തി കുട്ട തോളിൽ ചുമന്നുകൊണ്ട് വേശ്യാഗ്രഹത്തിലേക്ക് യാത്രയായി. താപസ ശ്രേഷ്ഠനായ മാണ്ഡ്യവൻ എന്ന ബ്രാഹ്മണൻ ശൂലത്തിൽ കിടന്നിരുന്ന സ്ഥലത്ത് കൂടിയായിരുന്നു അവർ യാത്ര ചെയ്തത്. രോഗിയായ ഭർത്താവിനെയും തോളിലേറ്റി രാത്രി നടന്നു പോകുന്ന ലാവണ്യവതിയായ ഒരു യുവതിയെ കണ്ട് മാണ്ഡവ്യൻ ആശ്ചര്യഭരിതനായി കാരണം അന്വേഷിച്ചു. ശീലാവതി തൻ്റെ യാത്രോദ്ദേശം വ്യക്തമാക്കി. വിവരങ്ങൾ അറിഞ്ഞ മാണ്ഡവ്യൻ കുപിതനായി. ഹേ നീച, പരിശുദ്ധയും പതിവ്രതയുമായ ഒരു യുവതി സ്നേഹസ്വതന്ത്രമായി സമീപത്തുള്ളപ്പോൾ അന്യസ്ത്രീയെ ആഗ്രഹിക്കുന്ന നീ എത്ര കുടിലനാണ്. മരണശൈലിയിൽ കിടക്കുമ്പോൾ പോലും വിഷയാസക്തിയിൽ നിന്നും മോചനകാത്ത നീ മനുഷ്യവർഗത്തിന് പോലും അപമാനനാണ്. ഹേ ദുഷ്ട, ഈ സാധു യുവതിയുടെ വിശുദ്ധി അറിയുവാൻ സാധിക്കാത്ത നീ സൂര്യോദയത്തിന് മുമ്പ് മരിച്ചു പോകട്ടെ എന്ന് ഞാൻ ശപിക്കുന്നു. മാണ്ഡവ്യന്റെ ശാപം കേട്ട ശീലാവതി നടുങ്ങിപ്പോയി.
ഉഗ്രസ്രവസ് മരിച്ചാൽ താൻ വിധവയായി തീരുമല്ലോ. വൈധവ്യം സഹിക്കുന്നതെങ്ങനെ? അതോർത്ത് ദുഃഖിതയായ ശീലാവതി പറഞ്ഞു, അല്ലവയോ മാണ്ഡവ്യ, എൻ്റെ പതിയുടെ ദുർമാർഗം എന്നെ വേദനിപ്പിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വൈധവ്യ ദുഃഖം സഹിച്ച് കഴിയുന്നത് എങ്ങനെയാണ്? അതിനാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ, മേലിൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ. അടുത്ത ദിനം ആഗതമാകാറായി. പക്ഷേ സൂര്യദേവൻ ഉദിച്ചില്ല. ലോകം പരിഭ്രമിച്ചുപോയി. രോഗാഗതികൾ നടക്കാതെയായി. ഈ അവസ്ഥ പരിഹരിക്കുവാൻ എന്താണ് മാർഗം? ദേവകൾ ആലോചനയിലായി. അപ്പോൾ ദേവേന്ദ്രൻ അഭിപ്രായപ്പെട്ടു, അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ ദേവിക്ക് മാത്രമേ ഇക്കാര്യത്തിൽ നമ്മെ സഹിക്കുവാൻ അല്ലെങ്കിൽ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണതിന് മാർഗം? ദേവകൾ ആലോചിച്ചു തുടങ്ങി. ശീലാവതിയുടെ ശാപം പിൻവലിപ്പിക്കുവാൻ നമുക്ക് ദേവിയോട് ആവശ്യപ്പെടാം. ദേവേന്ദ്രൻ്റെ അഭിപ്രായം ഏവരും അംഗീകരിക്കുകയും ത്രിമൂർത്തികളെ മുൻനിർത്തി ദേവകൾ അനസൂയയുടെ സവിധത്തിലെത്തുകയും ചെയ്തു. അവർ ഏകസ്വരത്തിൽ അനസൂയയോട് അഭ്യർത്ഥിച്ചു, അമ്മേ, അവിടുന്ന് മാത്രമാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഏക രക്ഷാമാർഗം. അവിടുത്തെ പുത്രവധുവായ ശീലാവതിയുടെ ശാപത്താൽ സൂര്യഭഗവാൻ ഇനിയും ഉദിച്ചുയർന്നിട്ടില്ല. സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ ജീവജാലങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത എണ്ണിയാലൊടുങ്ങാത്തവയാണ്. ദേവി, ശീലാവതിയുടെ ശാപം പിൻവലിപ്പിച്ച് പ്രപഞ്ചത്തെ രക്ഷിച്ചാലും. അനസൂയ ശീലാവതിയെ സമീപിച്ച് ഉപദേശിച്ചു, മകളെ, നിന്റെ പതി സ്നേഹം പാരിൽ ആദരണീയവും തന്നെ. പുത്രി, നീ പതിസ്നേഹത്താൽ അന്ധയായി തീർന്നിരിക്കുന്നു. ഇത് ആദരണമല്ല, പ്രത്യുത ജീവജാലങ്ങളുടെ കൊടിയ ശാപത്തിന് കാരണമായി തീരും. മകളെ, ഉഗ്രസ്രവസ് മരിക്കാതിരിക്കുവാൻ നീ അനേകം ജീവികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് യുക്തിപരമാണ്. ഇത് കരുതുന്നത് തെറ്റല്ലേ? ശീലാവതി, നിന്റെ ശാപത്തിൽ നിന്ന് പ്രപഞ്ചം അനുഭവിക്കുന്ന ദുരിതസ്ഥിതിയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ശീലാവതി അനസൂയയുടെ നെഞ്ചിൽ വീണ് ധീനം വിലപിച്ചു തുടങ്ങി. അമ്മേ, എൻ്റെ ദൈവം എൻ്റെ പതിയാണ്. അദ്ദേഹമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ജീവിക്കുവാനാവില്ല. ആ ഒരു യാഥാർത്ഥ്യം മാത്രമേ ശാപം നൽകുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. എന്ത് വില കൊടുത്തും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ ഞാൻ ആശിച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ അപ്പോൾ ബോധവതിയായിരുന്നില്ല. ശീലാവതിയുടെ മറുപടി അനസൂയയെ പ്രസന്നയാക്കി. അവർ ശീലാവതിയെ തഴുകി എണീച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, വീണ്ടും വിചാരത്തിനുള്ള ശരിയായ സമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു. ഈ ശാപം പിൻവലിക്കുക. പുത്രി, പതിവ്രതയും ശുദ്ധയുമായ സ്ത്രീയുടെ ശാപം അതിജീവിക്കുവാൻ പ്രപഞ്ചത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല. നിനക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുമല്ലോ ശീലാവതി, നിന്റെ ശാഠ്യത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി പ്രപഞ്ചത്തെ മുഴുവൻ കുരുതി കൊടുക്കാതിരിക്കുക. അനന്തരം ശീലാവതി നിറകണ്ണുകളോടെ ശാപം പിൻവലിച്ചു. ത്രിമൂർത്തികൾ അതിയായി സന്തോഷിച്ചു. പ്രപഞ്ചത്തിൽ ജീവഗതി പഴയാമട്ടിൽ ചലിക്കുവാൻ തുടങ്ങി. ത്രിമൂർത്തികൾ കൂപ്പുകൈകളുമായി അനസൂയയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. അവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ത്രിമൂർത്തികൾ അഭ്യർത്ഥിച്ചു, അമ്മേ, അവിടുന്ന് രക്ഷിച്ചത് ഒരു വംശത്തെ മുഴുവനുമാണ്. ദേവി ആവശ്യപ്പെട്ടാലും അവിടുത്തെ ഏത് അഭിമുഖം സാധിച്ചു തരുവാനുള്ള മഹാഭാഗ്യമാണ് ഞങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത്. വിനയത്തിൻ്റെ മൂർത്തിഭാതവുമായ അനസൂയ ത്രിമൂർത്തികളെ വണങ്ങി. സാവധാനത്തിൽ അവർ മൊഴിഞ്ഞു, ദേവന്മാരെ, അവിടുത്തെ ഹിതവാക്യം കേൾക്കുന്നതിൽ അൽപ്പുരം എന്ത് ഭാഗ്യമാണ് അനസൂയയ്ക്ക് ഇനി ലഭിക്കേണ്ടത്. ത്രിമൂർത്തികളെ, അവിടുത്തെ ദർശനത്താൽ ഞാനിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ലോകത്തെ ഏതൊരു സ്ത്രീയും ശ്രേഷ്ഠമായ സന്താനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കും. ആ ആഗ്രഹം അതിപത്നിയായ എനിക്കുമുണ്ട്. അവിവേകമാണെങ്കിൽ ക്ഷമിച്ചാലും ത്രിമൂർത്തികൾ എൻ്റെ പുത്രന്മാരായി പിറക്കണമെന്ന മോഹം എന്നിൽ അവശേഷിക്കുന്നു. ദേവന്മാർക്ക് കരുണയുണ്ടായി എൻ്റെ പുത്രന്മാരായി പിറവിയെടുത്താലും. അനസൂയ ദേവിയുടെ ആവശ്യം ത്രിമൂർത്തികൾ അംഗീകരിച്ചു. അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രനായും മഹാവിഷ്ണു ദത്താത്രേയനായും പരമശിവൻ ദുർവാസാവായും അനസൂയ ദേവിയുടെ ഗർഭത്തിൽ പിറന്നു. അടുത്തത് ദുർവാസാവ് അനസൂയയുടെ പുത്രനായി ജനിച്ച കഥയാണ്. തുടരും.